ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ ബൈപ്പാസ് ഭാഗത്താണ്. ഇത് റോഡിനേക്കാളും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. നല്ല മനോഹരമായ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. നിങ്ങളെ വണ്ടി ഏതും ആയിക്കോട്ടെ, നല്ല അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. അതായത് ഈ വഴിയിലേക്കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മെക്കാനിക്കിന് വേണ്ടിയിട്ട് നല്ലൊരു തുക നിങ്ങൾക്ക് സംഭാവനയായിട്ട് കൊടുക്കാനുള്ള എല്ലാ വഴിയും ഇവിടെ തുറന്നു വരും. ഈ റോഡ് തുറന്നു വരും. റോഡല്ല, ഓഫ് റോഡ്. ക്ഷമിക്കണം. ഇതാ നമ്മൾ ശരിക്കൊന്ന് കാണേണ്ടതാണ്. ഇതാ തുള്ളണം തോന്നും, പക്ഷെ തുള്ളരുത്. നല്ല തലേ ദിവസം ഈ വഴിക്കേ കൂടെ ബൈക്കിലെ പോയിട്ട് ഭാഗ്യത്തിന് നടു ഒടിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല മനോഹരമായ ഓഫ് റോഡാണ്. ഇതങ്ങിങ്ങായിട്ട് പിന്നെ ടാറ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ടാറിട്ടത് നിങ്ങൾക്ക് കാണാം, അത് മൈൻഡ് ചെയ്യണ്ട. ഓഫ് റോഡ് എക്സ്പീരിയൻസ് അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അയ്യോ, പയ്യന്നൂർ നഗരസഭേനെ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ഓഫ് റോഡ് അനുഭവം നമുക്ക് തരുന്നതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മനോഹരമാണ് പയ്യന്നൂർ നഗരസഭ. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി. എന്ത് പറഞ്ഞാലും മനോഹരമാണ് കേട്ടോ. കണ്ടോണം. സൈക്കിള്, ബൈക്ക്, ഓട്ടോറിക്ഷ, കാറ്, ജീപ്പ്, ബസ്, ലോറി, അങ്ങനെ എല്ലാവിധ വാഹനങ്ങൾക്കും നല്ലൊരു തുക, നല്ലൊരു ഇതുണ്ടാവും. നല്ലൊരു വിഭാഗം ഡാമേജുകൾ ഉണ്ടാവാനുള്ള എല്ലാവിധ അവസരങ്ങളും ഈ ഓഫ് റോഡ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ബൈപ്പാസ് സൈക്കിളിൽ വന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഒരു കയ്യിൽ. പക്ഷേ സൈക്കിൾ ഡാമേജ് ആക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ നടക്കുക. നിങ്ങളിങ്ങനെ കണ്ടോണം. ഇതാ സൈഡൊക്കെ ഇങ്ങനെ കണ്ടോണം. കുഴി വീഴാതെ നോക്കിക്കോണം. മഴക്കുഴി കുഴിക്കുന്ന ഇതുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കുഴി കുഴിക്കണം എന്നാണ് പറയുക. വേനൽക്കാലത്തേക്കെല്ലാം ഈ വെള്ളത്തിൻ്റെ അളവ് കുറയാണ്ടിരിക്കാൻ മഴക്കുഴി ഒരുക്കുന്ന പരിപാടിയുണ്ട്. മഴ വെള്ളമെല്ലാം ശേഖരിക്കുന്ന പദ്ധതി. ആ പദ്ധതി റോഡിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട്. വെറും സംസാരിക്കുക മാത്രമല്ല,
അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കുകയാണ് നമ്മുടെ നഗരസഭ. പയ്യന്നൂർ നഗരസഭ എന്നോ മുനിസിപ്പാലിറ്റി എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്തായാലും ജോറാണ് ഇവിടെ പയ്യന്നൂർ. ഇവിടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ അങ്ങ് കാണുന്നത് ഹൈവേ ആണ്. ഇവിടുന്ന് കഷ്ടിച്ചൊരു 200 മീറ്റർ ഉണ്ടാവും. ഓഫ് റോഡ് അനുഭവമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഏകദേശം തീർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പേടിക്കണ്ട. ഇനിയിപ്പോൾ ഓഫ് റോഡ് അനുഭവം വേണ്ടുന്നവർക്ക് ഈ ബൈപ്പാസ് വഴി തന്നെ വരാം കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ.